ചാലക്കുടി പോട്ടയിൽ പട്ടാപ്പകൽ ബാങ്ക് ജീവനക്കാരെ ബന്ദിയാക്കി ലക്ഷങ്ങൾ കവർന്നു. ഫെഡറൽ ബാങ്ക് ശാഖയിലാണ് കൊള്ള നടന്നത്. മോഷ്ടാവെത്തിയത് കത്തിയുമായി. കവർച്ചയുടെ CCTV ദൃശ്യങ്ങൾ TCVക്ക് ലഭിച്ചു. കവർച്ച നടത്തിയത് 3 മിനിറ്റ് കൊണ്ടെന്ന് റൂറൽ SP. കൊടുങ്ങല്ലൂരിൽ യുവതി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ സ്വകാര്യ പണമിടപാട് സ്ഥാപനങ്ങൾക്കെതിരെ ബന്ധുക്കളുടെ മൊഴി. കുന്നത്തങ്ങാടിയിൽ സ്വകാര്യ ഫിനാൻസ് കമ്പനിയുടെ ജീവനക്കാരൻ തട്ടുകടയിൽ കയറി കടയുടമയെ മർദ്ദിച്ചതായി പരാതി. അതിരപ്പള്ളിയിൽ മസ്തകത്തിന് പരിക്കേറ്റ കാട്ടാനയുടെ ചികിത്സാ ദൌത്യം നീട്ടി. ചീഫ് വെറ്ററിനറി ഓഫീസർ ഡോക്ടർ അരുൺ സക്കറിയയുടെ നിർദ്ദേശത്തെ തുടർന്നാണ് ദൌത്യം നീട്ടിയത്. വരന്തരപ്പള്ളി കാരികുളം കടവിൽ കാട്ടാന ഇറങ്ങി കൃഷി നശിപ്പിച്ചു. തിരുവില്വാമല പഴമ്പാലക്കോട് തോട്ടുംപള്ള പാലം പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നു. കാലപ്പഴക്കത്താൽ ബലക്ഷയം സംഭവിച്ച പാലം പൂർണ്ണമായി പൊളിച്ചുമാറ്റിയാണ് പുനർനിർമ്മിക്കുന്നത്. വാർത്തകൾ വിശദമായി. ചാലക്കുടി പോട്ടയിൽ പട്ടാപ്പകൽ ബാങ്ക് കവർച്ച. 15 ലക്ഷം രൂപയോളം തട്ടിയെടുത്തു. പോട്ട പഴയ ദേശീയപാതയിൽ ലിറ്റിൽ ഫ്ലവർ ബിൽഡിംഗിൽ പ്രവർത്തിക്കുന്ന ഫെഡറൽ ബാങ്കിന്റെ ശാഖയിൽ നിന്നാണ് കത്തികാട്ടി ജീവനക്കാരെ ഭീഷണിപ്പെടുത്തി ഒരാൾ തനിച്ച് പണവുമായി കടന്നുകളഞ്ഞത്. ഉച്ചതിരിഞ്ഞ് 2:20 സംഭവം. ഹെൽമറ്റുധാരിയായ കവർച്ചക്കാരൻ ബാങ്കിലേക്ക് കടന്നുവരികയും മുൻഭാഗത്തിരുന്ന പ്യൂൺ ടെജിനെ കത്തികാട്ടി ഭീഷണിപ്പെടുത്തി. തുടർന്ന് ഹിന്ദി സംസാരിച്ച ഇയാൾ പണം എവിടെയാണ് ഇരിക്കുന്നതെന്ന് ചോദിച്ചു. കത്തി ചൂണ്ടിക്കൊണ്ട് ടെജിനെയും കൊണ്ട് അകത്തേക്ക് കടക്കുകയും കൗണ്ടറിനടുത്ത് എത്തുകയും ചെയ്തു. ഈ സമയം ഡൈനിങ് മുറിയിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന 2 വനിതാ ജീവനക്കാരെയും ഇയാൾ ഭീഷണിപ്പെടുത്തി. തുടർന്ന് 3 പേരെയും മുറിയിലാക്കിയായിരുന്നു കവർച്ച. കസാരയെടുത്ത് കൗണ്ടറിന്റെ ചില്ല് അടിച്ചു പൊളിക്കുകയും പണം വാരി ബാഗിലാക്കുകയും ചെയ്തു. ഇയാളുടെ കയ്യിലുണ്ടായിരുന്ന ബാഗിലാണ് പണം നിറച്ചത്. ബാങ്കിന്റെ മുന്നിൽ വെച്ചിരുന്ന സ്കൂട്ടറിലാണ് പോട്ട സ്കൂൾ റോഡിലൂടെ ഇയാൾ അതിവേഗത്തിൽ പോയത്. അക്രമിയുടെ വരവും പണം കവർച്ചയുമെല്ലാം ബാങ്കിലെയും പുറത്തുമുള്ള കടകളിലെയും നിരീക്ഷണ ക്യാമറകളിൽ നിന്നും വ്യക്തമായിട്ടുണ്ട്. ജീവനക്കാർ ആദ്യം എന്തു ചെയ്യണമെന്ന് അറിയാതെ പകച്ചു നിന്നു. തുടർന്നായിരുന്നു വിവരം പോലീസിൽ അറിയിച്ചത്. ചാലക്കുടി DYSP K സുമേഷിന്റെ നേതൃത്വത്തിൽ പോലീസ് സ്ഥലത്തെത്തി ഉടൻ തന്നെ അന്വേഷണം ആരംഭിക്കുകയും ചെയ്തു. ബാങ്കിൽ മൊത്തം 8 ജീവനക്കാരാണ് ഉണ്ടായിരുന്നത്. ഇതിൽ ഒരാൾ ഭക്ഷണം കഴിക്കാൻ പുറത്തുപോയിരുന്നു. മറ്റ് 4 പേർ അകത്ത് ക്യാബിനിലേക്കും ഉച്ചയൂണിന് നീങ്ങി. ഭക്ഷണ സമയം ആയതിനാൽ പുറത്തുനിന്നുമുള്ള ആരും ബാങ്കിൽ ഉണ്ടായിരുന്നില്ല. ബാങ്കിന്റെ ശാഖയായതിനാൽ ഇവിടെ സെക്യൂരിറ്റിയുമില്ല. വിവരമറിഞ്ഞ ഉടനെ തൃശൂർ റൂറൽ SP B കൃഷ്ണകുമാർ സ്ഥലത്തെത്തി. കവർച്ചയുമായി ബന്ധപ്പെട്ട് പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിക്കുമെന്ന് DIG ഹരിശങ്കറും വ്യക്തമാക്കി. തൃശൂരിൽ നിന്നും വിരലടയാള വിദഗ്ധരും പരിശോധന നടത്തി. സംഭവം നടന്ന ഉടനെ തന്നെ വിവരം സംസ്ഥാനത്തെ എല്ലാ പോലീസ് സ്റ്റേഷനുകളിലേക്കും അയച്ചിട്ടുണ്ട്. റെയിൽവേ സ്റ്റേഷനുകൾ, ബസ് സ്റ്റാൻഡുകൾ കേന്ദ്രീകരിച്ച് മോഷ്ടാവിനായി അന്വേഷണം ഊർജിതമാക്കി. TCV ന്യൂസ്, ചാലക്കുടി. ചാലക്കുടി പോട്ടയിൽ നടന്ന ബാങ്ക് കവർച്ച ആസൂത്രിതമെന്ന് പോലീസ്. ബാങ്കിനെ കുറിച്ച് നന്നായി അറിയാവുന്ന ഒരാളാണ് 15 ലക്ഷം രൂപ കവർന്നത് എന്നും പോലീസ്. ചാലക്കുടിയിൽ പട്ടാപ്പകൽ വൻ ബാങ്ക് കൊള്ളയാണ് നടന്നിരിക്കുന്നത്. ഫെഡറൽ ബാങ്ക് പോട്ട ശാഖയിലാണ് വലിയൊരു മോഷണം ഉണ്ടായിരിക്കുന്നത്. ഹെൽമറ്റും ജാക്കറ്റും മാസ്കും ധരിച്ചെത്തിയാണ് അക്രമി ബാങ്കിനകത്ത് കയറി പണം കവർന്നതെന്ന് TCVക്ക് ലഭിച്ച CCTV ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. 8 ജീവനക്കാരാണ് ബാങ്കിനുള്ളിൽ ഉണ്ടായിരുന്നത്. ഇതിൽ 3 ജീവനക്കാരെ കത്തിക്കാണിച്ച് ഭീഷണിപ്പെടുത്തിയ ശേഷം കൗണ്ടർ തകർത്ത് 3 മിനിറ്റിനുള്ളിൽ തന്നെ പണം കവർന്ന് മോഷ്ടാവ് സ്കൂട്ടറിൽ കടന്നു കളഞ്ഞു. മുൻപ് ബാങ്കിൽ വന്ന് പരിചയം അതായത് എനിക്കുണ്ടാവാം. ഇപ്പോൾ 2-2.5 മിനിറ്റ് കൊണ്ടാണ് ഈ കാര്യങ്ങൾ ചെയ്തു പോയിട്ടുള്ളത്. ഇപ്പോൾ പോലീസിൻ്റെ ഭാഗത്തു നിന്ന് അവരുടെ എല്ലാ സംവിധാനവും ഉപയോഗിച്ചുകൊണ്ടുള്ള അന്വേഷണം നടത്തുന്നു എന്നാണ് പറഞ്ഞത്. അല്ല, ജീവനക്കാർ ഞാൻ SP-യോടാണ് സംസാരിച്ചത്. അല്ല, ഒരു മുൻപ് ഇവിടെ വന്നിട്ടുള്ള ഒരാളാകാനാണ് സാധ്യത എന്നാണ് പറഞ്ഞത്. കാരണം 2-2.5 മിനിറ്റ് കൊണ്ട് കാര്യങ്ങൾ ചെയ്ത അയാൾ പോയി. അപ്പോൾ പൊതുവിലെല്ലാ പോലീസിൻ്റെ എല്ലാ സംവിധാനങ്ങളും ഉപയോഗിച്ചുകൊണ്ട് പ്രസ്റ്റീജായിട്ട് അവർ അന്വേഷിച്ച് കണ്ടുപിടിക്കുമെന്നാണ് പറഞ്ഞത്. 47 ലക്ഷം രൂപ ക്യാഷ് കൗണ്ടറിൽ ഉണ്ടായിരുന്നു. ഇതിൽ 5 ലക്ഷത്തിന്റെ 3 ബണ്ടിൽ എടുത്ത് മൊത്തം 15 ലക്ഷം രൂപയുമായാണ് ഇയാൾ അതിവേഗത്തിൽ കടന്നുകളഞ്ഞത്. മോഷണത്തെക്കുറിച്ച് അന്വേഷണം ഊർജിതമാക്കിയതായി റൂറൽ SP കൃഷ്ണകുമാർ പറഞ്ഞു. ഇവരുടെ ലഞ്ച് ബ്രേക്ക് സമയത്താണ് സംഭവം നടന്നേക്കുന്നത്. 47 ലക്ഷം രൂപ ക്യാഷ് കൗണ്ടറിൽ അവർ കെട്ടുകെട്ടായിട്ട് വെച്ചിരുന്നതാണ്. ആ ക്യാഷ് കൗണ്ടറിൽ ഇരുന്ന 47 ലക്ഷം ഓപ്പണായിട്ട് കാണാം ബണ്ടിൽസ്. അതിൽ നിന്ന് 3 ബണ്ടിൽ മാത്രം എടുത്ത് ആണ് പോയിരിക്കുന്നത്. അത് അപ്പം അതേ സ്ഥാനത്ത് ഈ എടുത്തതിൻ്റെ ഇടതും വലതും ഒക്കെ കെട്ട് ഓപ്പണായിട്ട് ഇരിപ്പുണ്ട്.
പിന്നെ കയ്യിലൊരു കത്തി ഉണ്ടായിരുന്നു. ഹിന്ദിയിലാണെങ്കിൽ സംസാരിച്ചത്. അപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് അയാൾ വളരെ സ്കൂട്ടർ അവിടെ നിർത്തിയിട്ട് നല്ല പരിചയമുള്ള സ്ഥലത്ത് പരിചയമുള്ള ഒരാൾ വരുന്നത് പോലെ നേരെ വന്ന് നേരെ വാതിൽ തുറന്ന് നേരെ അകത്ത് കയറി. ബാങ്കിൻ്റെ ബ്രേക്ക് എന്ന് പറയുന്നത് 2 to 2:30 2 to 2:30 ലഞ്ച് ബ്രേക്ക്. അപ്പോൾ 2:12 അയാൾ വന്നു. ആ ലഞ്ച് ബ്രേക്ക് സമയം അറിയാവുന്നതാണ്. ഇവർ ഒരു പിയൂണ് മാത്രം ഫ്രണ്ട് കൗണ്ടറിലുണ്ടായിരുന്നു, ബാക്കിയുള്ളവർ അകത്തായിരുന്നു. ആഹാരം കഴിക്കാൻ ഡൈനിങ് ഹാളിനകത്തായിരുന്നു. അപ്പോൾ ആ സമയം തന്നെ മനസ്സിലാക്കി കൃത്യമായിട്ട് തന്നു. കയ്യിലൊരു കത്തി, നമ്മൾ സാധാരണ കറിക്കത്തിയായിട്ട് ഉപയോഗിക്കുന്ന ഒരു കത്തി, നൈഫ്, അത് പിയൂണിനെ കാണിച്ചിട്ട് നേരെ ക്യാഷ് കൗണ്ടറിലോട്ട് പോയി ആ ഗ്ലാസ് പൊട്ടിച്ച് അതിനകത്തുണ്ടായിരുന്ന ഈ 47 ലക്ഷം രൂപ നിരത്തി പല ബണ്ടിലായിട്ട് വെച്ചിരുന്ന 3 ബണ്ടിൽ 15 ലക്ഷത്തോളം രൂപ 3 ബണ്ടിലെടുത്ത് അയാളുടെ ബാഗിനകത്തോട്ട് വെച്ച് ഏതാണ്ടൊരു 2-3 മിനിറ്റ്സ് ആണ് അയാൾ ആകെ ബാങ്കിനകത്ത് ചെലവഴിച്ചത്. ബാങ്കുകാർക്ക് പങ്കുണ്ടെന്നൊന്നും പറയാൻ ഇപ്പോൾ പറ്റത്തില്ല. വണ്ടിയെക്കുറിച്ച് ചില അറിവുണ്ട്, ആളിനെക്കുറിച്ച് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പോലും അയാൾ പോയ റൂട്ടിനെ കുറിച്ചൊക്കെ ധാരണയായിട്ടുണ്ട്. അല്ല, അയാൾ ഹിന്ദിയിലാണ് സംസാരിച്ചത്. ഇവിടെ വന്നപ്പോൾ ഒറ്റയ്ക്ക് ഉണ്ടായിരുന്നുള്ളൂ. ഹിന്ദിയിൽ സംസാരിച്ചു എന്ന് പറഞ്ഞ് 100% ഹിന്ദിക്കാരനാണെന്ന് പറയാനാകത്തില്ല. പക്ഷേ ഹിന്ദിക്കാരൻ അല്ല എന്ന് പറയാറായിട്ടില്ല. ഒരാളാണ് ഇതിനകത്തുണ്ടായിരുന്നത്. ബാക്കിയുള്ളതിനകത്ത് തന്നെ ഡൈനിങ് പോർഷനുണ്ട്. ഈ ഡൈനിങ് പോർഷൻ നിൽക്കുന്നവർക്ക് പുറത്തോട്ട് പോകാൻ വഴിയില്ല. അപ്പോൾ ഇത് ബാങ്കിനെ കുറിച്ച് കൃത്യമായൊരു ധാരണയുള്ള ആളാണ്, അല്ലെങ്കിൽ ഇത് കൃത്യമായി മനസ്സിലാക്കിയ ഒരാളാണ്. ബാങ്കിൽ എത്ര പേരുണ്ട്, ഉച്ചക്കലത്തെ ബ്രേക്ക് ടൈം, ആ സമയത്ത് ഇവിടെ ആരും കാണത്തില്ല, അതൊക്കെ മനസ്സിലാക്കി വന്ന ഒരാളാണ്. ഹിന്ദിയിൽ സംസാരിച്ചിരുന്ന അക്രമി ഇടയ്ക്ക് മലയാള വാക്കുകളും സംസാരിച്ചിരുന്നതായി ബാങ്ക് ജീവനക്കാർ പറഞ്ഞു. അക്രമിയുടെ വരവും പണം കവർച്ചാ രീതിയും കണക്കിലെടുക്കുമ്പോൾ സാധാരണ ഒരു മോഷ്ടാവല്ല ഇയാളെന്നാണ് പോലീസ് കരുതുന്നത്. മോഷണത്തിനു പിന്നിൽ മറ്റുള്ളവരും പ്രവർത്തിച്ചിട്ടുള്ളതായാണ് നിഗമനം. TCV ന്യൂസ്, തൃശൂർ. കൊടുങ്ങല്ലൂരിൽ യുവതി കിടപ്പുമുറിയിൽ തൂങ്ങിമരിച്ച സംഭവവുമായി ബന്ധപ്പെട്ട് സ്വകാര്യ പണമിടപാട് സ്ഥാപനങ്ങൾക്കെതിരെ ബന്ധുക്കൾ മൊഴി നൽകി. എറിയാട് യുബസാർ പാലമുറ്റം കോളനിയിൽ വാക്കാശ്ശേരി രതീഷ് ഭാര്യ ഷിനിയാണ് വ്യാഴാഴ്ച മരിച്ചത്. സ്വകാര്യ പണമിടപാട് സ്ഥാപനങ്ങളുടെ കളക്ഷൻ ഏജന്റുമാർ ഒന്നിച്ചെത്തി തിരിച്ചടവ് തുകയ്ക്കായി സമ്മർദ്ദം ചെലുത്തിയതിനെ തുടർന്നാണ് ഷിനി ആത്മഹത്യ ചെയ്തതെന്ന് ബന്ധുക്കൾ ആരോപിക്കുന്നു. ഇസാഫ്, IDFC, മാക്സ് വാല്യൂ എന്നീ ധനകാര്യ സ്ഥാപനങ്ങളിലെ ഏജന്റുമാരാണ് ഷിനിയെ തേടിയെത്തിയത്. വ്യാഴാഴ്ച ഉച്ചയോടെ എത്തിയ കളക്ഷൻ ഏജന്റുമാരുടെ സമ്മർദ്ദം സഹിക്കാതെ ഷിനി കിടപ്പുമുറിയിൽ കയറി വാതിലടയ്ക്കുകയായിരുന്നുവെന്ന് വീട്ടുകാർ പറയുന്നു. വീട്ടുകാരും അയൽവാസികളും ചേർന്ന് വാതിൽ പൊളിച്ചപ്പോൾ സീലിംഗ് ഫാനിൽ തൂങ്ങിയ നിലയിലായിരുന്നു. ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും മരണമടയുകയായിരുന്നു. അതിനെന്താണ് നമുക്ക് ഉള്ള കാര്യം പറയുമ്പോൾ കട്ടും പറ്റും കിട്ടും നമ്മൾ ഇല്ലാണ്ടായിപ്പോയി. അങ്ങനെ വിളിയെന്ന് കാര്യങ്ങൾ വണ്ടിക്കാരനും വന്നിട്ട് അവനും കുറേ നേരമായി വന്നത്. അപ്പോഴേക്കാണ് ഇവരും വന്നത്. തൊട്ടക്ക് സമ്മതിക്കുന്നില്ല. അങ്ങനെ ഇവരോട് പറഞ്ഞ് ലാസ്റ്റ് ഇവിടെ അടുത്തോട്ട് വന്നു. ഇവർ തമ്മി എന്തോ പറയുന്നുണ്ട്. പറഞ്ഞത് എൻ്റെ മരുമോൾ കേട്ടിട്ടുണ്ട്. തയ്ക്കാൻ പറ്റാത്ത എന്തോ കാര്യമാണ്. ഞാൻ കേട്ടില്ല. അപ്പം ഞാൻ വാടിലിറച്ചിരിക്കുന്നിരിക്കുമെന്ന് ഞാൻ വിചാരിച്ചു. അപ്പോൾ ഒരു പെണ്ണ് അകത്തൂട്ടം അങ്ങോട്ട് കയറി വന്നു. സ്റ്റാഫിൻ്റെ ഒരു പെണ്ണ് കുഞ്ഞിനെ വിളിക്ക് വാല് തുറക്കുമെന്നും പറഞ്ഞു. ഞാനൊരു കണക്കിന് വാല് കണക്കി തുറന്നപ്പോഴേക്കും തൂങ്ങിയിരിക്കണെന്ന് വിളി. വായ്പ തുക തിരിച്ചടയ്ക്കുന്നതിൽ വീഴ്ച വന്നതിനെ തുടർന്ന് പണമിടപാട് സ്ഥാപനങ്ങളിലെ ജീവനക്കാർ ഷിനിയെ നിരന്തരം ശല്യപ്പെടുത്തിയിരുന്നതായി രതീഷ് പറഞ്ഞു. എന്നെ വിളിച്ചിട്ട് കിട്ടിയില്ലെന്ന് പറഞ്ഞ് നേരിട്ട് പോണത് ഇന്ന സ്ഥലത്തോട്ടാണ്. എന്നിട്ട് ഒരു പ്രാവശ്യം നിവൃത്തികേട് കൊണ്ട് വൈഫ് അവിടെയുള്ള ജോലിക്കാരോട് പറഞ്ഞിട്ട് പൈസ കുറച്ച് ഒപ്പിച്ചിട്ട് അവന് കൊടുത്ത കാരണം അവൻ പറഞ്ഞു ഇനി ചേട്ടനെ വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ ചേച്ചിയുടെ അടുത്ത് വന്ന് പൈസ കിട്ടുമെന്നുള്ളൊരു ഉറപ്പ് അവന് കിട്ടി. അത് കാരണം വീണ്ടും നിരന്തരം ഫോൺ ചെയ്യലും അവിടെ വന്ന് കാത്തിക്കലും. പക്ഷേ ഇന്നലെ അവൻ വന്ന് ഇങ്ങനെ ചർച്ച ചെയ്ത് പിന്നെ ഈ ചേച്ചിമാരുടെ ഒരു ഇതും കൂടെ കഴിക്കഴിഞ്ഞപ്പം ആളകത്ത് കയറി വാലടച്ച് ആണ് ഈ സംഭവം. ഷിനി ജോലി ചെയ്യുന്ന സ്വകാര്യ ആശുപത്രിയിലും ഇവർ പണം ആവശ്യപ്പെട്ട് പലതവണ എത്തിയിരുന്നു. ഈ സംഭവവും ഷിനിയെ മാനസികമായി തളർത്തിയിരുന്നു. തന്റെ പേരിലുള്ള വായ്പയെ ചൊല്ലിയാണ് പണമിടപാട് സ്ഥാപനക്കാർ ഷിനിയെ ശല്യപ്പെടുത്തിയിരുന്നതെന്ന് ഭർത്താവ് രതീഷ് പറഞ്ഞു. TCV ന്യൂസ്, കൊടുങ്ങല്ലൂർ. വായ്പാ തിരിച്ചടവ് മുടങ്ങിയതിന്റെ പേരിൽ കുന്നത്തങ്ങാടിയിൽ സ്വകാര്യ ഫിനാൻസ് കമ്പനിയുടെ ജീവനക്കാരൻ തട്ടുകടയിൽ കയറി കടയുടമയെ മർദ്ദിച്ചതായി പരാതി. അരിമ്പൂർ പഞ്ചായത്ത് മുൻ വൈസ് പ്രസിഡന്റ് സതീഷിനാണ് മർദ്ദനമേറ്റത്. വർഷങ്ങളായി കുന്നത്തങ്ങാടി സെന്ററിൽ തട്ടുകട നടത്തുകയാണ് സതീഷ്. ബജാജ് ഫിനാൻസ് സ്ഥാപനത്തിൽ നിന്നും സതീഷ് 1.5 ലക്ഷം രൂപ വായ്പയെടുത്തിരുന്നു. മാസം 6400 രൂപയാണ് തിരിച്ചടയ്ക്കേണ്ടത്. ഈ തുക ബാങ്കിൽ നിന്ന് ഓട്ടോമാറ്റിക് ഡെബിറ്റായി പോവുകയാണ് പതിവ്.
എന്നാൽ അക്കൗണ്ടിൽ പണമില്ലാതിരുന്നതിനാൽ ഈ മാസം തുക അടയ്ക്കാനായില്ലെന്ന് സതീഷ് പറയുന്നു. സ്ഥാപനത്തിന്റെ പ്രതിനിധി കടയിലെത്തി കച്ചവടം നടത്താൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞ് ആളുകളുടെ മുന്നിൽ വെച്ച് അസഭ്യം പറയുകയും അപമാനിച്ചതായും മർദ്ദിച്ചതായും പരാതിയിൽ പറയുന്നു. മൽപിടുത്തത്തിനിടയിൽ പണം ചോദിച്ചെത്തിയ ആളുടെ ദേഹത്ത് ചൂടുകഞ്ഞി വെച്ച പാത്രം മറിഞ്ഞു വീണ് പൊള്ളലേറ്റു. അന്തിക്കാട് പോലീസ് സ്ഥലത്തെത്തി പ്രശ്നമുണ്ടാക്കിയവരെ കസ്റ്റഡിയിലെടുത്തു. അതിരപ്പള്ളിയിൽ മസ്തകത്തിന് പരിക്കേറ്റ കാട്ടാനയുടെ ചികിത്സാ ദൗത്യം നീട്ടി. ചീഫ് വെറ്ററിനറി ഓഫീസർ ഡോക്ടർ അരുൺ സഖറിയയുടെ നേതൃത്വത്തിലുള്ള സംഘം ആനയെ നിരീക്ഷിച്ചതിനെ തുടർന്നാണ് ചികിത്സാ ദൗത്യം നീട്ടിയത്. ആനയെ 3 ദിവസം കൂടി നിരീക്ഷിക്കും. ആനയുടെ ആരോഗ്യസ്ഥിതി മെച്ചപ്പെട്ട ശേഷമായിരിക്കും മയക്കുവെടി വെക്കണമോ എന്ന് തീരുമാനിക്കുക. ഇത് സംബന്ധിച്ച് ആലോചിക്കുന്നതിനായി CCFന്റെ നേതൃത്വത്തിൽ യോഗം ചേരുമെന്ന് ഡോക്ടർ അരുൺ സഖറിയ പറഞ്ഞു. മുറിവേറ്റ കാട്ടാനയ്ക്ക് നേരത്തെ മയക്കുവെടി വെച്ച് ചികിത്സ നൽകിയിരുന്നു. ഒരു വട്ടം കൂടി മയക്കുവെടി വെച്ചാൽ ആന അതിജീവിക്കുമോ എന്ന ആശങ്ക നിലനിൽക്കുന്നുണ്ട്. കുങ്കിയാനകളുടെ സഹായത്തോടെ ആനയെ വരുതിയിലാക്കി കോടനാട് അഭയാരണ്യ കേന്ദ്രത്തിൽ എത്തിച്ച് ചികിത്സിക്കാനാണ് നീക്കം നടക്കുന്നത്. വരന്തരപ്പള്ളി കാരികുളം കടവിൽ വീണ്ടും കാട്ടാനയിറങ്ങി കൃഷി നശിപ്പിച്ചു. പുളിക്കൻ തങ്കച്ചൻ, പാലപ്പറമ്പിൽ രാമകൃഷ്ണൻ എന്നിവരുടെ പറമ്പിലാണ് ഒറ്റയാൻ ഇറങ്ങിയത്. പറമ്പുകളിലെ നേന്ത്രവാഴകളും കവുങ്ങുകളും തെങ്ങുകളും ആന പിഴുതെറിഞ്ഞു. സമീപത്തെ പുഴ കടന്നെത്തിയ ആന വീട്ടുപറമ്പുകളിൽ നാശം വിതയ്ക്കുകയായിരുന്നു. 2 മാസത്തിനിടെ 10ാം തവണയാണ് ഈ മേഖലയിൽ കാട്ടാന ഇറങ്ങുന്നത്. 100 കണക്കിന് വാഴകളാണ് ഇതിനിടെ ആനകൾ നശിപ്പിച്ചത്. ആനശല്യം രൂക്ഷമായതോടെ ഭൂരിഭാഗം കർഷകരും കൃഷി ഉപേക്ഷിച്ച നിലയിലാണ്. നിരന്തരം കാട്ടാനകൾ ഇറങ്ങി കൃഷി നശിപ്പിച്ചതോടെ പ്രദേശത്ത് ലക്ഷങ്ങളുടെ നാശനഷ്ടമാണ് കർഷകർ നേരിട്ടത്. ഇതുവരെ സർക്കാരിൽ നിന്ന് യാതൊരു നഷ്ടപരിഹാരവും ലഭിച്ചില്ലെന്നും കർഷകർ പറയുന്നു. വനാതിർത്തികളിൽ കിടങ്ങുകളും സോളാർ വേലിയും തീർത്ത് ആനശല്യം ഒഴിവാക്കണമെന്ന ആവശ്യം വനംവകുപ്പ് അധികൃതർ മുഖവിലക്കെടുക്കുന്നില്ലെന്നാണ് കർഷകരുടെയും മലയോര കർഷക സംരക്ഷണ സമിതി പ്രവർത്തകരുടെയും ആക്ഷേപം. കാടിറങ്ങി കൂട്ടം തെറ്റിയെത്തിയ പുള്ളിമാൻ സ്വകാര്യ പറമ്പിലെ കുളത്തിൽ വീണു. മറ്റത്തൂർ നൂലുവള്ളിയിലാണ് പുള്ളിമാൻ കുളത്തിൽ വീണത്. നൂലുവള്ളി മണുക്കാടൻ ഉണ്ണികൃഷ്ണന്റെ വീട്ടുപറമ്പിലുള്ള കുളത്തിൽ വീണ പുള്ളിമാനിനെ വനപാലകർ നാട്ടുകാരുടെ സഹായത്തോടെ രക്ഷപ്പെടുത്തി. വടക്കാഞ്ചേരി മച്ചാട് ഫോറസ്റ്റ് റേഞ്ചുകളിലെ ജനവാസ മേഖലകളിൽ നിരന്തരമായി കാട്ടാന ഇറങ്ങുന്ന സാഹചര്യത്തിൽ സോളാർ ഫെൻസിംഗ് അടിയന്തരമായി സ്ഥാപിക്കണമെന്നും അകമല ഫോറസ്റ്റ് സ്റ്റേഷൻ പുനഃസ്ഥാപിക്കണമെന്നും ആവശ്യപ്പെട്ട് സേവ്യർ ചിറ്റിലപ്പള്ളി MLA നിയമസഭയിൽ സബ്മിഷൻ അവതരിപ്പിച്ചു. തെക്കുംകര ഗ്രാമപഞ്ചായത്തിലെ കാക്കിനിക്കാട്, കൊളത്താശ്ശേരി, മേലില്ലം, കുറ്റിക്കാട്, വടക്കാഞ്ചേരി മുനിസിപ്പാലിറ്റിയിലെ അകമല, കുഴിയോട്, ചേപ്പലക്കോട്, പട്ടാണിക്കാട്, ചേലക്കരയിലെ മുള്ളൂർക്കര, പാഞ്ഞാൾ പ്രദേശങ്ങളിൽ കാട്ടാനകൾ ദിനംപ്രതി ഇറങ്ങി കൃഷി നശിപ്പിക്കുകയും ദിവസങ്ങളോളം ജനവാസ മേഖലകളിൽ നിലയുറപ്പിക്കുകയും ചെയ്യുന്ന അന്തരീക്ഷമാണുള്ളതെന്നും സബ്മിഷനിൽ പറയുന്നു. ഈ ആനകൾ വടക്കാഞ്ചേരി മുനിസിപ്പാലിറ്റിയിലെ അകമല, ശാസ്താവ്, ഉത്രാളിക്കാവ് എന്നീ ക്ഷേത്രങ്ങളുടെ പരിസരത്ത് റെയിൽവേ ട്രാക്കിനടുത്തെത്തുന്നതും റെയിൽവേ ലൈനുകൾ മുറിച്ചു കടക്കുന്നതും അപകട സാധ്യത സൃഷ്ടിക്കുന്നുണ്ട്. റെയിൽവേയുടെ പ്രത്യേക സംരക്ഷണ പദ്ധതി ഈ മേഖലയിൽ നടപ്പിലാക്കുന്നതിന് വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്ന് MLA സബ്മിഷനിൽ ആവശ്യപ്പെട്ടു. നേരത്തെ പ്രവർത്തനം നിർത്തിവെച്ച അകമല ഫോറസ്റ്റ് സ്റ്റേഷൻ പുനഃസ്ഥാപിക്കണമെന്ന് സേവ്യർ ചിറ്റിലപ്പള്ളി MLA ആവശ്യപ്പെട്ടു. മച്ചാട് വനമേഖലകളിലെ ആനകളുടെ സാന്നിധ്യം കുറച്ചു കാലമായി നിലനിൽക്കുകയാണ്. ഇത് വലിയ അപകടമുണ്ടാക്കുന്ന സാഹചര്യമാണ്. അതുകൊണ്ട് റെയിൽവേയുടെ പ്രത്യേക പദ്ധതി വേണം. ഈ മേഖലയിൽ ഉണ്ടായിരുന്ന അകമലയിലെ ഫോറസ്റ്റ് സ്റ്റേഷൻ അത് നിർത്തലാക്കിയിരിക്കുകയാണ്. അത് പുനഃസ്ഥാപിക്കണം. വടക്കാഞ്ചേരി, മച്ചാട് എന്നീ ഫോറസ്റ്റ് റേഞ്ചുകളിൽ കാട്ടാനിറങ്ങുന്ന ജനവാസ മേഖലകളിൽ സോളാർ ഫെൻസിംഗ് സ്ഥാപിക്കുന്നതിനുള്ള നടപടി സ്വീകരിച്ചതായും ദർഗാസ് ഏറ്റെടുത്തിട്ടുള്ള കരാറുകാർക്ക് വർക്ക് ഓർഡർ നൽകിയതായും വനം മന്ത്രി സബ്മിഷന് മറുപടിയായി പറഞ്ഞു. നിർത്തലാക്കിയ അകമല സ്റ്റേഷൻ പുനഃസ്ഥാപിക്കുന്ന കാര്യം ഗൗരവമായി പരിഗണിക്കുമെന്നും മന്ത്രി പറഞ്ഞു. TCV ന്യൂസ്, വടക്കാഞ്ചേരി. തിരുവല്ലുവമല പഴമ്പാലക്കോട് തോട്ടുംപള്ള പാലം പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നു. കാലപ്പഴക്കത്താൽ ബലക്ഷയം സംഭവിച്ച പാലം പൂർണ്ണമായി പൊളിച്ചുമാറ്റിയാണ് പുനർനിർമ്മിക്കുന്നത്. തൃശൂർ ജില്ലയിലെ തിരുവല്ലാമല പഞ്ചായത്തിൽ നിന്നും പാലക്കാട് ജില്ലയിലെ തരൂർ പഞ്ചായത്തിലേക്ക് പ്രവേശിക്കുന്നത് ഈ പാലത്തിലൂടെയാണ്. 4.25 കോടി രൂപ ചെലവഴിച്ച് 24 മീറ്റർ നീളത്തിലും 11 മീറ്റർ വീതിയിലുമാണ് പുനർനിർമ്മിക്കുന്നത്. കൂടാതെ റോഡിന്റെ ഇരുഭാഗങ്ങളിലും 35 മീറ്റർ നീളത്തിൽ അപ്രോച്ച് റോഡും നിർമ്മിക്കുന്നുണ്ട്. പൊതുമരാമത്ത് പാലം വിഭാഗത്തിനാണ് നിർമ്മാണ ചുമതല. മുമ്പുണ്ടായിരുന്ന പാലത്തിന് 12.6 മീറ്റർ നീളവും 6.6 മീറ്റർ വീതിയുമാണ് ഉണ്ടായിരുന്നത്. കോഴിക്കോടുള്ള ഹാസ്കോൺ കൺസ്ട്രക്ഷൻ ആൻഡ് ഇന്റീരിയർ കമ്പനിയുടെ നേതൃത്വത്തിലാണ് പാലം നിർമ്മാണം ആരംഭിച്ചിരിക്കുന്നത്. പഴയ പാലം പൊളിച്ചു മാറ്റുന്നതിന് മുൻപ്
സമീപത്ത് തോടിനു കുറുകെ സമാന്തര പാത നിർമ്മിച്ചിട്ടുണ്ട്. ഇതിലൂടെയാണ് ഈ റൂട്ടിൽ താൽക്കാലികമായി ഗതാഗതം നടത്തുന്നത്. കൂട്ടുപാത മുതൽ പഴമ്പാലക്കോട് പാലം വരെ റോഡിന്റെ പുനർനിർമ്മാണവും പൂർത്തിയാകുന്നതോടെ തിരുവില്ലാമല ആലത്തൂർ റൂട്ടിലെ വാഹനഗതാഗതം സുഗമമാകും. ചാലക്കുടിയിലെ വ്യാജ ലഹരിമരുന്ന് കേസിൽ പ്രതിക്കെതിരെ ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കി എക്സൈസ് ക്രൈംബ്രാഞ്ച്. ബ്യൂട്ടി പാർലർ ഉടമ ഷീല സണ്ണിയെ കുരുക്കാൻ ശ്രമിച്ച സംഭവത്തിൽ പ്രതി നാരായണദാസിനെതിരെയാണ് ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കിയത്. മുൻകൂർ ജാമ്യത്തിനായി സമീപിച്ച നാരായണദാസിന്റെ ഹർജി ഹൈക്കോടതിയും സുപ്രീം കോടതിയും തള്ളിയിരുന്നു. പിടികിട്ടാപ്പുള്ളി 8 വർഷത്തിന് ശേഷം കൊടുങ്ങല്ലൂരിൽ അറസ്റ്റിലായി. 2016 കൊടുങ്ങല്ലൂരിലെ മേത്തല വടശ്ശേരി കോളനി പരിസരത്ത് വെച്ച് മുഹമ്മദ് സഗീർ എന്നയാളെ ആക്രമിച്ച കേസിലെ പ്രതി കണ്ടംകുളം വയമ്പനാട്ട് ജിത്തുവിനെയാണ് കൊടുങ്ങല്ലൂർ SHO BK അരുണിന്റെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത്. സംഭവത്തിന് ശേഷം ഒളിവിൽ പോയ പ്രതി ഇടയ്ക്ക് നാട്ടിൽ വരുന്നുണ്ട് എന്ന വിവരം ലഭിച്ച പോലീസ് നടത്തിയ നിരീക്ഷണത്തിലാണ് ഇയാൾ പിടിയിലായത്. വേലൂർ മണിമലർക്കാവ് കുംഭഭരണി കുതിരവേലയുടെ ബ്രോഷർ പ്രകാശനം ചെയ്തു. മാർച്ച് 2 മുതൽ 5 വരെയുള്ള തീയതികളിലാണ് കുതിരവേല ആഘോഷിക്കുന്നത്. കുംഭമാസത്തിലെ രേവതി, അശ്വതി, ഭരണി, കാർത്തിക നാളുകളിലാണ് വേല നടക്കുക. വേലയുടെ ഭാഗമായ പറപ്പുറപ്പാട് 18 രാത്രി 8 ആരംഭിക്കും. 18 കാവുകളിൽ പറയെടുപ്പിന് ശേഷം ഭരണി നാളിൽ നടക്കൽ പറയ്ക്ക് ശേഷം കുറൂർ മനപ്പറമ്പ് പറയോടുകൂടി സമാപിക്കും. ക്ഷേത്രോത്സവത്തോടനുബന്ധിച്ച് 27 നൃത്ത സംഗീത വിരുന്ന്, 28 ഡാൻസ് ധമാക്ക, മാർച്ച് 1 പോർക്കളം ഫോക്ക് മെഗാഷോ, 2 ഗാനമേള എന്നിവ നടക്കും. 3 4 വിവിധ ദേശക്കാരുടെ കുതിരവരവും 5 കൂട്ടിയെഴുന്നള്ളിപ്പും നടക്കും. പൊയ്യ പുളിപ്പറമ്പിൽ ആധുനിക പൊതുശ്മശാനത്തിന് സർക്കാർ അനുമതി നൽകിയിട്ടും വില്ലേജ് ഓഫീസ് തടസ്സപ്പെടുത്തുന്നുവെന്ന് ആരോപിച്ച് പഞ്ചായത്ത് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ ജനപ്രതിനിധികൾ വില്ലേജ് ഓഫീസിൽ കുത്തിയിരിപ്പ് സമരം നടത്തി. പൊയ്യ വില്ലേജ് ഓഫീസിലാണ് പൊയ്യ പഞ്ചായത്ത് പ്രസിഡന്റ് ഡെയ്സി തോമസും മെമ്പർമാരും കുത്തിയിരിപ്പ് നടത്തിയത്. തുടർന്ന് കൊടുങ്ങല്ലൂർ തഹസീൽദാർ ജില്ലാ കളക്ടർക്ക് റിപ്പോർട്ട് നൽകിയതിന്റെ പകർപ്പ് ലഭിച്ചതോടെ 2 മണിക്കൂർ നീണ്ട കുത്തിയിരിപ്പ് സമരം അവസാനിപ്പിച്ചു. വില്ലേജ് ഓഫീസർ അവധിയിലായിരുന്നതിനാൽ ചുമതലയുള്ള ഉദ്യോഗസ്ഥൻ നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് തഹസീൽദാർ നടപടിയെടുത്തത്. പുളിപ്പറമ്പിലെ ശ്മശാനത്തിനുള്ള സ്ഥലം പരിവർത്തനത്തിന് സർക്കാർ അനുമതി നൽകി 1 വർഷമായിട്ടും റവന്യൂ വകുപ്പിന്റെ നടപടികൾ പൂർത്തിയാക്കിയിരുന്നില്ല. ജലനിർഗമന സൗകര്യം വേണമെന്ന നിബന്ധന പാലിച്ചില്ല എന്ന കാരണത്താലാണ് ശ്മശാനത്തിന് അനുകൂല റിപ്പോർട്ട് നൽകാതിരുന്നത് എന്ന് വില്ലേജ് ഓഫീസർ വ്യക്തമാക്കിയിരുന്നു. എന്നാൽ എല്ലാ നിർദ്ദേശങ്ങളും പൂർത്തിയാക്കിയിട്ടും ന്യൂനതകൾ പഞ്ചായത്തിനോട് ചൂണ്ടിക്കാണിക്കാതെ പൊതുശ്മശാനത്തിന് പ്രതികൂലമായ റിപ്പോർട്ടാണ് വില്ലേജ് ഓഫീസർ നൽകിയിരുന്നത് എന്നാണ് പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ആരോപണം. ഇതുമായി ബന്ധപ്പെട്ട് വില്ലേജ് ഓഫീസിൽ ഈ 1 വർഷമായി പേപ്പർ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നു. പക്ഷേ വില്ലേജ് ഓഫീസ് നമ്മളുമായി സഹകരിക്കാൻ, ഗ്രാമപഞ്ചായത്തുമായി സഹകരിക്കാൻ ഏതൊരു റിപ്പോർട്ട് കൊടുത്താലും ഇവർ ഗ്രാമപഞ്ചായത്തിനെ അറിയിക്കുകയോ അല്ലെങ്കിൽ ഇതാണ് റിപ്പോർട്ട് കൊടുത്തതെന്ന് അറിയില്ല. നമ്മുടെ വില്ലേജ് ഓഫീസിൽ നിന്ന് ഇന്ന് വരെ ഗ്രാമപഞ്ചായത്തിന് ഒരു നല്ലൊരു സമീപനം ഉണ്ടായിട്ടില്ല. പല പ്രശ്നങ്ങളും പറഞ്ഞ് വില്ലേജ് ഓഫീസർ നേരെ ചുവനെ ഓഫീസിലില്ല. അതുപോലെ താഴെ തട്ടിലുള്ള ജനങ്ങളുടെ സമീപനം മോശം. വില്ലേജ് ഓഫീസിൽ നിന്നുള്ള കാര്യങ്ങൾ നടത്തി കിട്ടാനുള്ള ഗ്രാമപഞ്ചായത്ത് ഒരു പ്രസിഡന്റ് എന്ന നിലയ്ക്ക്, ഭരണസമിതി എന്ന നിലയ്ക്ക് ഞങ്ങൾക്ക് നേരിടുന്ന ഈ പ്രശ്നങ്ങളല്ലേ സാധാരണക്കാരെ ജനങ്ങൾ നേരിടുന്നത്. നീണ്ട നാളത്തെ കാത്തിരിപ്പിനൊടുവിൽ എറിയാട് ശിശു വിദ്യാ പോഷിണി LP സ്കൂൾ സർക്കാർ ഏറ്റെടുത്തു. മാനേജ്മെന്റിന്റെയും പഞ്ചായത്തിന്റെയും PTA-യുടെയും ആവശ്യപ്രകാരം ET ടൈസൺ MLA-യുടെ നിരന്തര ഇടപെടലിനൊടുവിലാണ് സ്കൂൾ സർക്കാർ ഏറ്റെടുത്തത്. 101 വർഷം പൂർത്തീകരിക്കുന്ന വിദ്യാലയം 1924 പനപ്പറമ്പിൽ കുഞ്ഞിപ്പോക്കർ സാഹിബാണ് സ്ഥാപിച്ചത്. 1954 മുതൽ സ്റ്റാഫ് മാനേജ്മെന്റിന് കീഴിലാണ് സ്കൂൾ പ്രവർത്തിച്ചിരുന്നത്. 2017 14 വിദ്യാർത്ഥികൾ മാത്രം പഠിച്ചിരുന്ന വിദ്യാലയത്തിൽ അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും സ്കൂൾ വികസന സമിതിയുടെയും പരിശ്രമ ഫലമായി നിലവിൽ പ്രീ പ്രൈമറിയിൽ ഉൾപ്പെടെ 130 കുട്ടികളുണ്ട്. സ്കൂൾ മാനേജരും ഹെഡ് മിസ്ട്രസുമായ സരിതയുടെ നേതൃത്വത്തിൽ PTA പ്രസിഡന്റ് കല്ലുങ്ങൽ സിദ്ദിഖ് ഉൾപ്പെടെയുള്ളവർ നടത്തിയ ഇടപെടലിനൊടുവിലാണ് സ്കൂൾ ഏറ്റെടുക്കാൻ സർക്കാർ തീരുമാനിച്ചത്. എത്രയും വേഗം തന്നെ ഏറ്റെടുക്കൽ നടപടി പൂർത്തീകരിക്കാൻ വേണ്ട നിർദ്ദേശം നൽകിക്കഴിഞ്ഞതായി ET ടൈസൺ MLA അറിയിച്ചു. കുട്ടനെല്ലൂർ ഭഗവതി ക്ഷേത്രത്തിലെ പൂരം ആഘോഷിച്ചു. പൂരം എഴുന്നള്ളിപ്പിൽ 7 ഗജവീരന്മാർ അണിനിരന്നു. പത്മശ്രീ പെരുവനം കുട്ടന്മാരാരുടെ പ്രാമാണികത്വത്തിലുള്ള പാണ്ഡിമേളം എഴുന്നള്ളിപ്പിനെ അകമ്പടിയായി.
വളർക്കാവ് ശ്രീദുർഗ ഭഗവതി ക്ഷേത്രത്തിലെ പൂരാഘോഷം ഭക്തിസാന്ദ്രമായി. പൂരം എഴുന്നള്ളിപ്പിൽ 3 ഗജവീരന്മാർ അണിനിരന്നു. കൊമ്പൻ ഗുരുജി ശിവനാരായണൻ ഭഗവതിയുടെ തിടമ്പേറ്റി. പെരുവനം സതീശന്മാരാർ നയിച്ച പാണ്ടിമേളം അരങ്ങേറി. ചെറുകിട വ്യാപാരികളെ ബുദ്ധിമുട്ടിലാക്കുന്ന നിയമ നടപടികൾ സർക്കാർ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് എരുമപ്പെട്ടി മർച്ചന്റ്സ് അസോസിയേഷൻ പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. ഹരിതകർമ്മസേന യൂസർ ഫീ വ്യാപാര സ്ഥാപനത്തിനനുസരിച്ച് കുറയ്ക്കുക, ലൈസൻസ് നിബന്ധനകൾ ലഘൂകരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് മാർച്ച് നടത്തിയത്. തുടർന്ന് നടന്ന ധർണ അസോസിയേഷൻ പ്രസിഡന്റ് MV ബാബു ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് ആൽഫ ബിജു അധ്യക്ഷനായി. സെക്രട്ടറി ഫസലു റഹീം, ട്രഷറർ സുമേഷ് കാഞ്ഞിരക്കോട്, ശ്രീജൻ കടങ്ങോട്, റോബർട്ട് ഇടപ്പിള്ളി എന്നിവർ സംസാരിച്ചു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കോടാലി യൂണിറ്റ് മറ്റത്തൂർ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ ധർണ സംഘടിപ്പിച്ചു. യൂണിറ്റ് പ്രസിഡന്റ് PG രഞ്ജിമോൻ ഉദ്ഘാടനം ചെയ്തു. ജനറൽ സെക്രട്ടറി TM ഉമേഷ് ബാബു അധ്യക്ഷത വഹിച്ചു. CP ഉണ്ണികൃഷ്ണൻ, സാബു പൊക്കകിലത്ത്, VM ഷാജഹാൻ, ബൈജു പള്ളിപ്പാടൻ, പൗലോസ് കളമ്പാടൻ, CD പോൾസൺ തുടങ്ങിയവർ സംസാരിച്ചു. അനധികൃത തൊഴിൽ നികുതി വർധനവിനെതിരെ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി അന്തിക്കാട് പഞ്ചായത്തിലെ 3 യൂണിറ്റുകൾ സംയുക്തമായി ധർണ നടത്തി. മുറ്റിച്ചൂർ യൂണിറ്റ് പ്രസിഡന്റ് അഷ്റഫ് അമ്പയിൽ ധർണ ഉദ്ഘാടനം ചെയ്തു. അന്തിക്കാട് യൂണിറ്റ് പ്രസിഡന്റ് KA ലാസർ അധ്യക്ഷനായി. പുത്തൻപീടിക യൂണിറ്റ് സെക്രട്ടറി AV ജോയ്, പ്രസിഡന്റ് അജയൻ മേനോത്തുപറമ്പിൽ, അന്തിക്കാട് യൂണിറ്റ് വൈസ് പ്രസിഡന്റ് ജോർജ് അരിമ്പൂർ, അന്തിക്കാട് യൂണിറ്റ് വനിതാ വിംഗ് സെക്രട്ടറി ഷീന അജിത്ത്, അന്തിക്കാട് യൂണിറ്റ് സെക്രട്ടറി VM സത്താർ എന്നിവർ സംസാരിച്ചു. കുപ്രസിദ്ധ ഗുണ്ടകളായ 2 പേരെ കാപ്പ ചുമത്തി 6 മാസത്തേക്ക് നാടുകടത്തി. വേളുക്കര സ്വദേശി ചെമ്പരത്ത് വീട്ടിൽ സലോഷ്, കോമ്പാറ സ്വദേശി ചെറുപറമ്പിൽ മിഥുൻ എന്നിവരെയാണ് നാടുകടത്തിയത്. സലോഷ് 3 ക്രിമിനൽ കേസുകളിലും മിഥുൻ കവർച്ച കേസടക്കം 4 കേസുകളിലും പ്രതിയാണ്. തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവിയായ B കൃഷ്ണകുമാർ ചുമതലയേറ്റ ശേഷം 29 ഗുണ്ടകൾക്കാണ് കാപ്പ ചുമത്തിയത്. 10ാം ക്ലാസ്സുകാരിയെ വീടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. ഗുരുവായൂർ പൂക്കോട് മഞ്ഞക്കാട്ട് സജീവ് രതി ദമ്പതികളുടെ മകൾ ദേവികയാണ് മരിച്ചത്. തൊഴിയൂർ സെന്റ് ജോർജ് സ്കൂളിലെ വിദ്യാർത്ഥിനിയാണ്. രാവിലെ സ്കൂളിലേക്ക് പോയിരുന്നു. ഉച്ചയ്ക്ക് 12 മണിയോടെയാണ് വീടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഗുരുവായൂർ പോലീസും സയന്റിഫിക് അസിസ്റ്റന്റും സ്ഥലത്തെത്തി. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുനൽകും. തളിക്കുളം പഞ്ചായത്ത് ജനകീയാസൂത്രണ പദ്ധതി പ്രകാരം വനിതകൾക്ക് LED ബൾബ് നിർമ്മാണ പരിശീലനം ആരംഭിച്ചു. തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KC പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. തളിക്കുളം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PK അനിത ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. തളിക്കുളം പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബുഷറ അബ്ദുൽ നാസർ, മെമ്പർമാരായ സുമന ജോഷി, ഷൈജ കിഷോർ, ICDS സൂപ്പർവൈസർ KS സിനി തുടങ്ങിയവർ പങ്കെടുത്തു. സംസ്ഥാന പാതയിൽ കടവല്ലൂർ പാടശേഖരത്തിന് കുറുകെയുള്ള പാലത്തിന്റെ അടിഭാഗം ദ്രവിച്ചു തുടങ്ങി. 60 വർഷത്തോളം മുൻപ് നിർമ്മിച്ച പാലമാണ് ജീർണാവസ്ഥയിലായത്. പല ഭാഗത്തും കോൺക്രീറ്റ് അടർന്ന് കമ്പികൾ പുറത്തു വന്ന നിലയിലാണ്. റോഡ് വീതി കൂട്ടുന്നതിന്റെ ഭാഗമായി പാലത്തിന്റെ വീതിയും കൂട്ടിയിരുന്നു. പഴയ പാലം നിലനിർത്തിയാണ് നവീകരണം നടത്തിയത്. നിരവധി തവണ സംസ്ഥാന പാത നവീകരണം നടത്തിയിട്ടുണ്ടെങ്കിലും പാലത്തിന്റെ കേടുപാടുകൾ കണ്ടെത്താനുള്ള പരിശോധനകളൊന്നും നടന്നിട്ടില്ലെന്ന് നാട്ടുകാർ പറഞ്ഞു. തോട്ടിലെ വെള്ളം ഒഴുകിപ്പോകാനുള്ള സംവിധാനങ്ങളും തകരാറിലാണ്. ഇതുമൂലം കൃഷിക്ക് ആവശ്യത്തിന് വെള്ളം ലഭിക്കാത്ത അവസ്ഥയും ഉണ്ടെന്ന് നാട്ടുകാർ പറയുന്നു. പരിശുദ്ധ റംസാനിന്റെ വരവറിയിച്ച് വന്നെത്തിയ ബറാഅത്ത് രാവിനെ മുസ്ലിം വിശ്വാസികൾ പ്രാർത്ഥനാ നിർഭരമായി വരവേറ്റു. ബറാഅത്ത് രാവ് വെള്ളിയാഴ്ച ദിവസമായത് വിശ്വാസികൾക്ക് ഇരട്ടി മധുരമായി. അസർ നമസ്കാരത്തിന് ശേഷം കബറിടങ്ങളിലെത്തിയ വിശ്വാസികൾ അവരവരുടെ മൺമറഞ്ഞുപോയ ബന്ധുമിത്രാദികൾക്ക് വേണ്ടി കണ്ണീരണിഞ്ഞ് പ്രാർത്ഥനാ നിരതരായി. മഗ്രിബ് നമസ്കാരത്തിന് ശേഷം 3 യാസിനുകൾ ഉൾപ്പെടെയുള്ള വിവിധ പ്രാർത്ഥനകൾ നടത്തിയ വിശ്വാസികൾ
ശനിയാഴ്ച ബറാഅത്തിന്റെ സുന്നത്ത് നോമ്പ് അനുഷ്ഠിക്കും. അനുഗ്രഹങ്ങൾ പെയ്തിറങ്ങുന്ന ബറാഅത്ത് രാവിന് ഏറെ പ്രത്യേകതകൾ വിശ്വാസികൾ കൽപ്പിക്കുന്നുണ്ട്. ഇനിയുള്ള ഒരു വർഷത്തെ കാര്യങ്ങൾ നിശ്ചയിക്കപ്പെടുന്ന മഹത്തായ ദിനമാണിതെന്നാണ് വിശ്വാസം. അള്ളാഹുവിന്റെ അനുഗ്രഹവും നന്മയും കാരുണ്യവും ചോദിച്ച് വിശ്വാസികൾ പാതിരാ വരെ കരഞ്ഞു പ്രാർത്ഥിക്കുന്ന ദിവസം കൂടിയാണിത്. റംസാനിനെ വരവേൽക്കാൻ ഒരുങ്ങുന്ന വിശ്വാസിക്ക് ആത്മശുദ്ധി ആർജിക്കാനും ഹൃദയാന്തരങ്ങൾ പ്രകാശിപ്പിക്കാനും ഈ ദിവസം ഉപകാരപ്രദമാകുമെന്നാണ് വിശ്വാസം. ശഅബാൻ മാസത്തിലെ 15-ാം രാവാണ് ബറാഅത്ത് രാവായി മുസ്ലിം വിശ്വാസികൾ കണക്കാക്കുന്നത്. മോചനം എന്നർത്ഥം വരുന്ന ലൈലത്തുൽ മുബാറക് എന്ന് ഈ രാവിനെ ഖുർആൻ വിശേഷിപ്പിച്ചിട്ടുണ്ട്. നിരവധി മനുഷ്യരെ പാപങ്ങളിൽ നിന്നും നരകത്തിൽ നിന്നും മോചിപ്പിക്കുന്ന ദിനമെന്ന് മതപണ്ഡിതന്മാർ വിശേഷിപ്പിക്കുന്നു. റംസാൻ കഴിഞ്ഞാൽ പ്രവാചകൻ ഏറ്റവും കൂടുതൽ വ്രതമെടുക്കാൻ തിരഞ്ഞെടുത്ത മാസം കൂടിയാണ് ശഅബാൻ. TCV ന്യൂസ്, തൃശൂർ. തിരക്കേറിയ പാവറട്ടി ചാവക്കാട് റോഡിൽ സംസ്കൃത കോളേജിന് സമീപം റോഡിലെ ടാറിംഗ് ഇളകിയത് യാത്രക്കാർക്ക് അപകടക്കെണിയായി. നിരവധി ഇരുചക്ര വാഹനങ്ങളാണ് അപകടത്തിൽപ്പെടുന്നത്. നവീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി റോഡ് ഉയർത്തുന്നതിനു വേണ്ടിയാണ് പൊതുമരാമത്ത് വകുപ്പ് റോഡിലെ ടാറിംഗ് ഇളക്കി മാറ്റിയത്. റോഡിലെ ചെറിയ മെറ്റൽ കല്ലുകൾ ആണ് അപകടങ്ങൾക്ക് കാരണമാകുന്നത്. ഇളകിയ ചെറിയ കല്ലുകളിൽ ഇരുചക്ര വാഹനങ്ങളുടെ ചക്രം കയറുമ്പോഴാണ് തെന്നി വീണ് അപകടങ്ങൾ സംഭവിക്കുന്നത്. കഴിഞ്ഞ ദിവസം സ്കൂട്ടർ യാത്രക്കാരിയായ യുവതി ടാറിംഗ് ഇളകിയ ഭാഗത്ത് തെന്നി വീണ് പരിക്കേറ്റിരുന്നു. സംസ്കൃത കോളേജിന് പുറമെ മനപ്പടി, പുളിഞ്ചേരിപ്പടി എന്നിവിടങ്ങളിലും നവീകരണത്തിന്റെ ഭാഗമായി റോഡിലെ ടാറിംഗ് ഇളക്കി മാറ്റിയിട്ടുണ്ട്. അപകടങ്ങൾ തുടർക്കഥയായതോടെ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ആന്റോ ലിജോ പൊതുമരാമത്ത് വകുപ്പ് അധികൃതർക്ക് പരാതി നൽകി. പൊളിച്ച ഭാഗങ്ങളിൽ ഉടൻ ടാറിംഗ് പൂർത്തിയാക്കുമെന്ന് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ അറിയിച്ചു. തൊഴിൽ നികുതി വർധനവ് പിൻവലിക്കുക, ഹരിതകർമ്മ സേനയുടെ ഫീസ് മാലിന്യങ്ങൾ അനുസരിച്ച് ക്രമീകരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് ചാവക്കാട് മർച്ചന്റ്സ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ ചാവക്കാട് മുനിസിപ്പൽ ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തി. മർച്ചന്റ്സ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി ജോജി തോമസ് ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് KN സുധീർ അധ്യക്ഷത വഹിച്ചു. ട്രഷറർ KK സേതുമാധവൻ, സെക്രട്ടറിമാരായ PS അക്ബർ, AS രാജൻ, RS ഹമീദ്, തിരുവത്ര യൂണിറ്റ് പ്രസിഡന്റ് RH ഹാരിസ് തുടങ്ങിയവർ സംസാരിച്ചു. മാടക്കത്തറ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ വയോജനങ്ങൾക്കായി മെഡിക്കൽ ക്യാമ്പും സഹായ ഉപകരണങ്ങളുടെ വിതരണവും നടന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് ഇന്ദിരാ മോഹൻ പദ്ധതി ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് സണ്ണി ചെന്നിക്കര അധ്യക്ഷത വഹിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ KP പ്രശാന്ത്, VP സാവിത്രി, സെക്രട്ടറി VG ശ്രീകല, ICDS സൂപ്പർവൈസർ നിത്തു ത്യാഗരാജ് തുടങ്ങിയവർ സംസാരിച്ചു. വയോജനങ്ങളുടെ സമഗ്ര ആരോഗ്യ പരിപാലനം ലക്ഷ്യമിട്ടുകൊണ്ട് അമല മെഡിക്കൽ കോളേജ് ജെറിയാട്രി വിഭാഗം ആരംഭിച്ച വയോസൗഖ്യം പദ്ധതിയുടെയും മുതിർന്ന പത്രപ്രവർത്തകരെ പങ്കെടുപ്പിച്ച് നടത്തിയ ഹെൽത്ത് ചെക്കപ്പ് ക്യാമ്പയിനിന്റെയും ഉദ്ഘാടനം ഡയറക്ടർ ഫാദർ ജൂലിയസ് അറക്കൽ നിർവഹിച്ചു. സീനിയർ ജേർണലിസ്റ്റ് ഫോറം സംസ്ഥാന പ്രസിഡന്റ് അലക്സാണ്ടർ സാം, ഫോറം ജില്ലാ സെക്രട്ടറി ജോയ് മണ്ണൂർ, അമല മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പാൾ ഡോക്ടർ ബെറ്റ്സി തോമസ്, മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ രാജേഷ് ആൻഡോ, ജെറിയാട്രി വിഭാഗം മേധാവി ഡോക്ടർ S അനീഷ് തുടങ്ങിയവർ സംസാരിച്ചു. ചാവക്കാട് മത്സ്യഭവന്റെ പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണോദ്ഘാടനം MLA NK അക്ബർ നിർവഹിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത് അധ്യക്ഷത വഹിച്ചു. തൃശൂർ ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ മജീദ് പോത്തന്നൂരാൻ, KSE ADC റീജിയണൽ മാനേജർ KB രമേശ്, നഗരസഭാ വൈസ് ചെയർമാൻ KK മുബാറക്, വാർഡ് മെമ്പർ PK കബീർ തുടങ്ങിയവർ സംസാരിച്ചു. ഗിന്നസ് ജേതാവ് കമൽജിത്തിന് അനുമോദനവുമായി പെരിങ്ങോട്ടുകര നെഹ്റു സ്റ്റഡി സെന്റർ സ്വന്തം ക്യാമറയിൽ പകർത്തിയ ചിത്രശലഭങ്ങളുടെ 2023 പകർപ്പുകൾ പേപ്പർ ഉപയോഗിച്ച് നിർമ്മിക്കുകയും ഇതിനെക്കുറിച്ചുള്ള പ്രബന്ധം അവതരിപ്പിച്ച് ഗിന്നസ് വേൾഡ് സർട്ടിഫിക്കറ്റ് നേടിയ കേരളത്തിലെ 89ാമത്തെയും തൃശൂർ ജില്ലയിലെ 14ാമത്തെയും വ്യക്തിയാണ് കമൽജിത്ത് കരുണാകരൻ. കമൽജിത്തിന്റെ വസതിയിൽ സംഘടിപ്പിച്ച അനുമോദന സദസ്സ് മണപ്പുറം സമീക്ഷയുടെ വൈസ് പ്രസിഡന്റ് MB സജീവ് ഉദ്ഘാടനം ചെയ്തു. നെഹ്റു സ്റ്റഡി സെന്റർ ആൻഡ് കൾച്ചറൽ ഫോറം ചെയർമാൻ ആൻഡോ തുറയൻ അധ്യക്ഷത വഹിച്ചു. കൺവീനർ രാമൻ നമ്പൂതിരി, ട്രഷറർ പ്രമോദ് കണിമംഗലത്ത്, പോൾ പുലിക്കോട്ടിൽ തുടങ്ങിയവർ സംസാരിച്ചു. പെരിങ്ങോട്ടുകര കാരാട്ടുപറമ്പിൽ കരുണാകരൻ ശ്രീദേവി ദമ്പതികളുടെ മകനാണ് കമൽജിത്ത്. ആമണ്ടൂർ ഗവൺമെന്റ് LP സ്കൂളിന്റെ ശതാബ്ദി ആഘോഷം ശനിയാഴ്ച നടക്കുമെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ അറിയിച്ചു. വൈകിട്ട് 4 നടക്കുന്ന സമ്മേളനം റവന്യൂ മന്ത്രി K രാജൻ ഉദ്ഘാടനം ചെയ്യും. സംഘാടക സമിതി ചെയർമാൻ PA നൌഷാദ്, ശ്രീനാരായണപുരം പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KA അയൂബ്,
വാർഡ് മെമ്പർ സൗദ നാസർ, ശതാബ്ദി സ്മാരക കമ്മിറ്റി ചെയർമാൻ PK അബ്ദുറഹ്മാൻ മാസ്റ്റർ, HM ഇൻചാർജ് PA സജന, PTA പ്രസിഡന്റ് VA മുഹമ്മദ് റഫീഖ്, സംഘാടക സമിതി വർക്കിംഗ് ചെയർമാൻ PJ മുഹമ്മദ് റാഫി എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. EWSA കുന്നംകുളം ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ KSEB ഡിവിഷൻ ഓഫീസിന് മുന്നിൽ ധർണ നടത്തി. CITU ജില്ലാ കമ്മിറ്റി അംഗം PG ജയപ്രകാശ് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ കമ്മിറ്റി അംഗം വിൽസൺ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന കമ്മിറ്റി അംഗം മണികണ്ഠൻ പെരുമ്പിലാവ്, ജില്ലാ കമ്മിറ്റി അംഗം നിഖിൽ, അജിത് കുമാർ എന്നിവർ സംസാരിച്ചു. വെങ്കിടങ്ങ് വെണ്ണേങ്ങോട്ട് ശ്രീഭഗവതി ക്ഷേത്രോത്സവം ആഘോഷിച്ചു. ക്ഷേത്രം തന്ത്രി താമരപ്പള്ളി വടക്കേടത്ത് ദാമോദരൻ നമ്പൂതിരി പൂജാകർമ്മങ്ങൾക്ക് കാർമ്മികത്വം വഹിച്ചു. ഭഗവതി പാട്ട്, പറനിറയ്ക്കൽ, വടക്കേ അമ്പലത്തിൽ കളം, ശീവേലി എഴുന്നള്ളിപ്പ് തുടങ്ങിയവ നടന്നു. ക്ഷേത്രത്തിൽ നടന്ന ഇരട്ടത്തായമ്പകയ്ക്ക് വടക്കേക്കാട് വിഷ്ണുവും കാക്കശ്ശേരി പ്രണവും നേതൃത്വം നൽകി. പഞ്ചവാദ്യത്തിന് സുമേഷ് വെണ്ണേങ്ങോട്ട്, ചിറയ്ക്കൽ ഋഷി എന്നിവരും പ്രാമാണികത്വം വഹിച്ചു. മണലൂർ തൃക്കുന്നത്ത് മഹാദേവ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ ശിവരാത്രി മഹോത്സവത്തോടനുബന്ധിച്ച് ക്ഷേത്ര കമ്മിറ്റി ഏർപ്പെടുത്തിയ ക്ഷേത്ര കലാചാര്യ നന്ദി ഗരുഡ പ്രഥമ പുരസ്കാരം ഓട്ടൻതുള്ളൽ കലാകാരൻ മണലൂർ ഗോപിനാഥിന് സമ്മാനിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. 10,001 രൂപയും ഫലകവും പ്രശസ്തിപത്രവും അടങ്ങുന്ന അവാർഡ് ഈ മാസം 22-ന് വൈകിട്ട് നടക്കുന്ന ചടങ്ങിൽ വിതരണം ചെയ്യും. ക്ഷേത്രത്തിലെ ശിവരാത്രി മഹോത്സവം ഈ മാസം 19 മുതൽ 26 വരെ വിവിധ പരിപാടികളോടെ നടത്തും. ഉത്സവത്തിന് 19-ന് കൊടിയേറ്റം നടക്കും. ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് രഞ്ജിത്ത് മടുവങ്ങാട്ടിൽ, വൈസ് പ്രസിഡന്റ് VU ശ്രീജിത്ത്, ജോയിന്റ് സെക്രട്ടറി ഭരതൻ കോലോട്ട്, ക്ഷേത്ര മാനേജർ രാമചന്ദ്രൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ഗോവയിൽ നടന്ന നാഷണൽ യോഗ കോമ്പറ്റീഷനിൽ ഗോൾഡ് മെഡൽ കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെയും പരിശീലകരെയും CPM പരക്കാട് ബ്രാഞ്ചിന്റെ നേതൃത്വത്തിൽ ആദരിച്ചു. മുരളി പെരുന്നലി MLA ഉപഹാരങ്ങൾ കൈമാറി. യോഗ പരിശീലക അർച്ചന ദയാലിനെ പൊന്നാടയണിയിച്ച് ആദരിച്ചു. അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KK ശശിധരൻ, അരിമൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സ്മിത അജയകുമാർ, വൈസ് പ്രസിഡന്റ് CG സജീഷ്, CPM ഏരിയ കമ്മിറ്റി അംഗം KR ബാബുരാജ് തുടങ്ങിയവർ പങ്കെടുത്തു. മാള KSRTC ഡിപ്പോയോട് ചേർന്ന സ്ഥലത്ത് അടിക്കാടിന് തീപിടിച്ചു. അഗ്നിരക്ഷാസേനയുടെ നേതൃത്വത്തിൽ 1 മണിക്കൂറോളം നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് തീ അണയ്ക്കാനായത്. മാള ചാലിനോട് ചേർന്നുള്ള സ്ഥലത്താണ് തീപിടിച്ചത്. കൊച്ചിൻ ദേവസ്വം ബോർഡ് പൊഞ്ഞനം ഭഗവതി ക്ഷേത്രത്തിലെ പൂരമഹോത്സവം ആഘോഷിച്ചു. വിവിധ സമുദായ വിഭാഗങ്ങളുടെ പൂരമെഴുന്നള്ളിപ്പ് നടന്നു. ശനിയാഴ്ച ക്ഷേത്രത്തിൽ ഉത്രം വിളക്ക് ആഘോഷിക്കും. രാവിലെ അനുഷ്ഠാന കലകൾ അരങ്ങേറും. വൈകിട്ട് നടക്കുന്ന ആറാട്ടോടെ പൂരം സമാപിക്കും. ഇനി സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 7,990 രൂപ, പവന് 63,920 രൂപ. വെള്ളി ഗ്രാമിന് 107 രൂപ. പ്ലാറ്റിനം ഗ്രാമിന് 3,461 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും. ചാലക്കുടി പോട്ടയിൽ പട്ടാപ്പകൽ ബാങ്ക് ജീവനക്കാരെ ബന്ദിയാക്കി ലക്ഷങ്ങൾ കവർന്നു. ഫെഡറൽ ബാങ്ക് ശാഖയിലാണ് കൊള്ള നടന്നത്. മോഷ്ടാവെത്തിയത് കത്തിയുമായി. കവർച്ചയുടെ CCTV ദൃശ്യങ്ങൾ TCVക്ക് ലഭിച്ചു. കവർച്ച നടത്തിയത് 3 മിനിറ്റ് കൊണ്ടെന്ന് റൂറൽ SP. കൊടുങ്ങല്ലൂരിൽ യുവതി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ സ്വകാര്യ പണമിടപാട് സ്ഥാപനങ്ങൾക്കെതിരെ ബന്ധുക്കളുടെ മൊഴി. കുന്നത്തങ്ങാടിയിൽ സ്വകാര്യ ഫിനാൻസ് കമ്പനിയുടെ ജീവനക്കാരൻ തട്ടുകടയിൽ കയറി കടയുടമയെ മർദ്ദിച്ചതായി പരാതി. അതിരപ്പള്ളിയിൽ മസ്തകത്തിന് പരിക്കേറ്റ കാട്ടാനയുടെ ചികിത്സാ ദൌത്യം നീട്ടി. ചീഫ് വെറ്ററിനറി ഓഫീസർ ഡോക്ടർ അരുൺ സക്കറിയയുടെ നിർദ്ദേശത്തെ തുടർന്നാണ് ദൌത്യം നീട്ടിയത്. വരന്തരപ്പള്ളി കാരികുളം കടവിൽ കാട്ടാന ഇറങ്ങി കൃഷി നശിപ്പിച്ചു. തിരുവില്വാമല പഴമ്പാലക്കോട് തോട്ടുംപള്ള പാലം പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നു. കാലപ്പഴക്കത്താൽ ബലക്ഷയം സംഭവിച്ച പാലം പൂർണ്ണമായി പൊളിച്ചുമാറ്റിയാണ് പുനർനിർമ്മിക്കുന്നത്. ഇതോടെ ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.